നമസ്കാരം. ഇറാൻ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ നിലവിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് പെന്റഗണിന്റെ വെളിപ്പെടുത്തൽ. ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളെ പ്രതിരോധിക്കാൻ യുഎസിന് നിലവിൽ കഴിയില്ലെന്ന് പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സമ്മതിക്കുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം പടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ റിപ്പോർട്ട് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയുടെ ബലഹീനതകളാണ് തുറന്നു കാട്ടുന്നത്. റഷ്യയെയും ചൈനയും പോലുള്ള ശത്രു രാജ്യങ്ങളുടെ പക്കലുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങളെയോ നൂതന ക്രൂയിസ് മിസൈലുകളെയോ പ്രതിരോധിക്കാൻ നിലവിൽ അമേരിക്കൻ സൈന്യത്തിന് മറ്റ് പ്രതിരോധ മാർഗങ്ങളില്ലെന്ന് മുതിർന്ന പെന്റഗൺ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് ഹിയറിംഗിൽ സമ്മതിച്ചു. ശത്രു രാജ്യങ്ങൾ ഇപ്പോൾ ഹൈപ്പർസോണിക് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള നോൺ ബാലിസ്റ്റിക് ഭീഷണികൾ വികസിപ്പിക്കുന്നുണ്ടെന്നും ഇത് അമേരിക്കയെ അപകടത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും സ്പേസ് പോളിസി അസിസ്റ്റന്റ് സെക്രട്ടറി മാർക്ക് ബെർക്കോവിറ്റ്സ് യു സെനറ്റിൽ അറിയിച്ചു. ഇന്ന് നോർത്ത് കൊറിയയിൽ നിന്നുള്ള ചെറിയ തോതിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കരയിലധിഷ്ഠിതമായ പരിമിതമായ പ്രതിരോധ സംവിധാനം മാത്രമേ നമുക്കുള്ളൂവെന്നും മറ്റ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ നമുക്ക് വളരെ പരിമിതമായ ശേഷിയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ക്രൂയിസ് മിസൈലുകളെക്കുറിച്ചോ ഹൈപ്പർസോണിക് ആയുധങ്ങളെക്കുറിച്ചോ ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവയെ പ്രതിരോധിക്കാൻ ഇന്ന് നമ്മുടെ പക്കൽ സംവിധാനങ്ങളില്ലെന്നും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഇറാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക മിസൈലുകൾ പലതും അമേരിക്കയുടെ നിലവിലെ മിസൈൽ പ്രതിരോധ കവചങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളവയാണ്. മണിക്കൂറിൽ 5000 മൈലിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ കൃത്യമായി കണ്ടെത്താനോ തകർക്കാനോ നിലവിലെ റഡാർ സംവിധാനങ്ങൾക്കും ഇന്റർസെപ്റ്ററുകൾക്കും സാധിക്കുന്നില്ല. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെ സുരക്ഷയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ മിസൈൽ ശേഖരത്തിലുണ്ടാകുന്ന കുറവും സാങ്കേതികമായ പിന്നോക്കാവസ്ഥയും അമേരിക്കയ്ക്ക് തിരിച്ചടിയായേക്കും. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യ ഇറാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യവും പെന്റഗൺ പരിശോധിക്കുന്നുണ്ട്. ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും കൂടുതൽ വേഗതയുള്ള പ്രതിരോധ മിസൈലുകളും വികസിപ്പിച്ചാൽ മാത്രമേ ഈ ഭീഷണി നേരിടാനാകൂ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ഇത്തരമൊരു കുറ്റസമ്മതം പെന്റഗണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപൂർവമാണ്. ഇറാൻ യുദ്ധം പിന്നിടുമ്പോൾ ആയുധശേഖരത്തിലുണ്ടായ വലിയ കുറവും സാങ്കേതിക തടസ്സങ്ങളും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മിസൈൽ പ്രതിരോധത്തിനായി കൂടുതൽ തുക വകയിരുത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായും സൂചനയുണ്ട്. രാജ്യം നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ ഡോം മിസൈൽ കവചത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനാണ് നീക്കം. $185 ബില്യൺ ചെലവഴിച്ചാണ് ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അത്യാധുനിക കവചമാണിത്. ഡ്രോണുകൾ മുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെയുള്ള സർവ്വ ഭീഷണികളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കും. 2028 ഇത് പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ വേണ്ടത്ര നിക്ഷേപം നടത്താത്തത് മൂലം അമേരിക്ക കപ്പാസിറ്റി ഡെപ്റ്റ് അഥവാ ഉൽപ്പാദനശേഷിയുടെ കടം നേരിടുകയാണെന്ന് മിസൈൽ ഡിഫൻസ് എഞ്ചിനീയർ ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഹീത്ത് കോളിൻസ് മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായി യുദ്ധ സാഹചര്യങ്ങളിൽ ആവശ്യമായ പ്രതിരോധ മിസൈലുകൾ നിർമ്മിക്കാൻ നിലവിലെ വിതരണ ശൃംഖലകൾ അപര്യാപ്തമാണ്. ശീതയുദ്ധകാലത്തേക്കാൾ സങ്കീർണമാണ് നിലവിലെ സാഹചര്യമെന്നും സെനറ്റ് സമിതി വിലയിരുത്തി. യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്ന രീതി കണ്ട് അമേരിക്ക പാഠം പഠിക്കേണ്ടതുണ്ടെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ആണവായുധങ്ങൾ വഴി ശത്രുവിനെ പേടിപ്പിച്ചു നിർത്തുന്ന പഴയ നയം മാത്രം ഇനി ഫലപ്രദമാകില്ലെന്നും മിസൈൽ പ്രതിരോധ കവചം അത്യാവശ്യമാണെന്നുമാണ് പെന്റഗണിന്റെ നിലപാട്.